നമസ്കാരം, മറ്റൊരു പുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വള്ളുവനാട്ടിലെ പ്രശസ്തമായ തറക്കൽ വാര്യത്തിന് മുന്നിലാണ്. ഇവിടെയുള്ള പാടശേഖരമൊക്കെ കൊയ്ത്ത് കഴിഞ്ഞു, വീണ്ടും ഉഴുതുമറിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ വെള്ളരി കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ട് പാടശേഖരം ഉഴുതുമറിച്ച് ഇട്ട് നിലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പൈപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് ജലസേചന സൗകര്യം കൂടി ശരിയാക്കുന്നുണ്ട്. മനോഹരമായ ഒരു പാടശേഖരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പാടശേഖരവും അതിനോട് ചേർന്ന് വലിയ പടിപ്പുരയും ഒക്കെ തല ഉയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാം. പണ്ട് കാലത്ത് സാമൂതിരിയുടെ പടനായകന്മാരായിരുന്നു തറക്കൽ വാര്യത്ത് ഉള്ളവർ. ഒരു നാലുകെട്ട് അതുപോലെ കുളം ഒക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാം. അതുപോലെ കാവ്, മറ്റ് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും നമുക്ക് കാണാം. ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങിയതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് കിടക്കുക. ഇതിനകത്ത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് നിൻ്റെ മൊയ്തീൻ, സിന്ദൂരരേഖ, സോപാനം, സല്ലാപം, പരിണയം, അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് കുളത്തിലേക്ക് ഉള്ള ഒരു വ്യൂ ഉണ്ട്, കാഴ്ചയുണ്ട്. അത് അതിമനോഹരമാണ്. ഞാനും എൻ്റെ സുഹൃത്ത് ശരത്തും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ ശരത്ത് ഓൾറെഡി വിളിച്ച് സംസാരിച്ച് പെർമിഷൻ എടുത്തിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ വീഡിയോസൊക്കെ എടുത്തത്. ഈ നാലുകെട്ടിനുള്ളിൽ ബാലനരസിംഹമൂർത്തിയുടെ ക്ഷേത്രമുണ്ട്, അതുപോലെ വേട്ടയ്ക്കൊരു മകൻ അതിൻ്റെ ക്ഷേത്രമുണ്ട്, പിന്നെ കാവുണ്ട്. പ്രകൃതിയും മനുഷ്യൻ്റെ വാസ്തുവിദ്യയും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു അത്ഭുത കെട്ടിട സമുച്ചയമാണ് നമ്മുടെ തറക്കൽ വാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലുണ്ടല്ലോ, കാഞ്ചനമാല നമ്മുടെ മൊയ്തീന് കൈകൊണ്ട് ടാറ്റ കൊടുക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ഈ മട്ടുപ്പാവിലാണ്. ഈ മട്ടുപ്പാവിൽ നിന്നാണ് കാഞ്ചനമാല കൈവീശി കാണിക്കുന്നത് മൊയ്തീന്. ആ സീനൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മനോഹരമായൊരു ക്ഷേത്രം ഇതിൻ്റെ ഉള്ളിലുണ്ട്. പരിണയം എന്ന സിനിമയിലെ പാട്ട് സീനിലൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും അതിൽ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ പാട്ട് സീൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. മനോഹരമായ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമായിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ മനോഹരമായ വലിയ പടിപ്പുര നമ്മളെ പാടശേഖരത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് എന്നെ സംബന്ധിച്ച്. ഇതിനോട് ചേർന്ന് തന്നെ വലിയൊരു പത്തായപ്പുരയുണ്ട് കേട്ടോ, അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുളയങ്കാവ് ഭഗവതിയാണ് തറക്കൽക്കാരുടെ പരദേവത. കുളവും അമ്പലവും നാലുകെട്ടും പത്തായപ്പുരയും ഒക്കെ കൂടി ഒരു അത്ഭുത കാഴ്ചയാണ് എനിക്ക് സമ്മാനിച്ചത്. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ നടന്നു കണ്ട് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഈ വലിയ പടിപ്പുരയിലൂടെ നമ്മൾ പുറത്തേക്ക് കിടന്നു. ഇതാണ് പടിപ്പുര പുറമേ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ അസ്തമയ സൂര്യൻ്റെ അരുണകിരണങ്ങൾ ഏറ്റുവാങ്ങി നമ്മൾ തിരിച്ച് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.